ജാൻ എസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 27 വചനഭാഗങ്ങളിൽ നിന്ന് 47 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. അപ്പസ്തോലന്മാരെ അയക്കുന്നു എന്ന ഭാഗം രേഖപ്പെടുത്താത്ത സുവിശേഷകൻ. വിശുദ്ധ യോഹന്നാൻ. 2. യേശു തൻ്റെ 12 ശിഷ്യന്മാരെയും വിളിച്ച് അധികാരവും ശക്തിയും കൊടുത്തത് ആരുടെ മേൽ? സകല പിശാചുക്കളുടെയും മേൽ. 3. യേശു തൻ്റെ ശിഷ്യർക്ക് സകല പിശാചുക്കളുടെയും മേൽ കൊടുത്തത് എന്ത്? അധികാരവും ശക്തിയും അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനുള്ള കഴിവും. 4. യേശു തൻ്റെ ശിഷ്യന്മാരെ അയച്ചത് എന്തിന്? ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും. 5. ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി യേശു ശിഷ്യരെ അയച്ചപ്പോൾ നൽകിയ ഉപദേശങ്ങൾ എന്ത്? യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. 6. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക, അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക. ആര് ആരോട് പറഞ്ഞു? യേശു ശിഷ്യന്മാരോട്. 7. ശിഷ്യന്മാരെ സ്വീകരിക്കാത്തവരുടെ പട്ടണങ്ങളിൽ നിന്നും പോകുമ്പോൾ അവർക്കെതിരെ എന്തു ചെയ്യണമെന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ എന്ന്. 8. ശിഷ്യന്മാർ സുവിശേഷം പ്രസംഗിക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്തത് എവിടെ? ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച്. 9. ശിഷ്യന്മാർ ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് ചെയ്തത് എന്ത്? സുവിശേഷം പ്രസംഗിക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്തു. 10. ശിഷ്യന്മാരാൽ സംഭവിച്ചത് അറിഞ്ഞ് പരിഭ്രാന്തരായത് ആര്? ഹെറോദേസ് രാജാവ്. 11. ഹെറോദേസ് രാജാവ് പരിഭ്രാന്തരാകാൻ കാരണം എന്ത്? യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടതുകൊണ്ട്. 12. ആര് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് മറ്റു ചിലർ കേട്ടത്? ഏലിയ. 13. യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നും ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നും പറഞ്ഞതിനു പുറമെ വേറെ ചിലരുടെ അഭിപ്രായം എന്തായിരുന്നു? പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തുവന്നിരിക്കുന്നു എന്ന്. 14. ഞാൻ യോഹന്നാനെ ശിരച്ഛേദം ചെയ്തു. പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങൾ കേൾക്കുന്നത്? ഇത് പറഞ്ഞതാര്? ഹെറോദേസ്. 15. 4 സുവിശേഷകരും രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിൾ ഭാഗം. അപ്പം വർദ്ധിപ്പിക്കുന്നു. 16. അപ്പസ്തോലന്മാർ മടങ്ങിവന്ന് തങ്ങൾ ചെയ്തതെല്ലാം അറിയിച്ചത് ആരെ? യേശുവിനെ. 17. അപ്പസ്തോലന്മാരെയും കൂട്ടി യേശു പോയത് എവിടേക്ക്? ബെത്സയിദ പട്ടണത്തിലേക്ക്. 18. ബെത്സയിദ പട്ടണത്തിലേക്ക് യേശുവും അപ്പസ്തോലന്മാരും പോയതറിഞ്ഞ് യേശുവിൻ്റെ പിന്നാലെ ചെന്നതാര്? ജനങ്ങൾ. 19. തൻ്റെ പിന്നാലെ വന്ന ജനങ്ങൾക്ക് യേശു ചെയ്തു കൊടുത്തത് എന്ത്? ദൈവരാജ്യത്തെപ്പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. 20. നാം വിജനപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക എന്ന് യേശുവിനോട് പറഞ്ഞതാര്? 12 ശിഷ്യന്മാർ. 21. 12 ശിഷ്യന്മാർ ഇക്കാര്യം യേശുവിനെ അറിയിച്ചത് എപ്പോൾ? പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ. 22. ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിന് ജനങ്ങളെ പറഞ്ഞയക്കുക എന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ യേശു നൽകിയ മറുപടി എന്ത്? നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ എന്ന്. 23. നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ എന്ന് യേശു പറഞ്ഞതിന് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞതെന്ത്? ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഉള്ളൂ. 24. അവിടെ ഏകദേശം എത്ര പുരുഷന്മാർ ഉണ്ടായിരുന്നു? ഏകദേശം 5000. 25. എത്ര വീതമുള്ള പന്തികളായി ജനങ്ങളെ ഇരുത്താനാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്?
50 വീതമുള്ള പന്തികളായി. 26 50 വീതമുള്ള പന്തികളായി ജനങ്ങളെ ഇരുത്തിയതിനു ശേഷം യേശു കയ്യിലെടുത്തത് എന്ത്? 5 അപ്പവും 2 മീനും. 27 5 അപ്പവും 2 മീനും കൈകളിലെടുത്ത് യേശു എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ച് മുറിച്ചു. 28 സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ച് മുറിച്ച് വിളമ്പാനായി ആരെയാണ് ഏൽപ്പിച്ചത്? ശിഷ്യന്മാരെ. 29 എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായതിനു ശേഷം എത്ര കുട്ട നിറയെ കഷ്ണങ്ങളാണ് ശേഖരിച്ചത്? 12 കുട്ട നിറയെ. 30 പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം ലൂക്കാ സുവിശേഷകന് പുറമെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതെല്ലാം സുവിശേഷകരാണ്? വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്. 31 9:18 യേശു എന്തു ചെയ്യുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു. 32 യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ കൂടെയുണ്ടായിരുന്നത് ആര്? ശിഷ്യന്മാർ. 33 ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് ശിഷ്യന്മാർ നൽകിയ മറുപടി. ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും ചിലർ പൂർവ്വപിതാക്കന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നു എന്നും. 34 ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ആര്? പത്രോസ്. 35 ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് പത്രോസ് നൽകിയ മറുപടി എന്ത്? നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. 36 പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും കുറിച്ചുള്ള യേശുവിൻ്റെ ഒന്നാം പ്രവചനം ഏത് സംഭവത്തിന് ശേഷമാണ് നടക്കുന്നത്? പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം. 37 ഇക്കാര്യം ആരോടും പറയരുതെന്ന് യേശു കർശനമായി നിരോധിച്ചത് ഏത് സംഭവത്തെയാണ്? നീ ദൈവത്തിൻ്റെ ക്രിസ്തു ആണെന്നുള്ള പത്രോസിൻ്റെ പ്രഖ്യാപനത്തെ. 38 യേശുവിൻ്റെ പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും കുറിച്ചുള്ള ഒന്നാം പ്രവചനം എന്താണ്? മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. 39 ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അധ്യായം വാക്യം എഴുതുക. 9-ാം അധ്യായം 23-ാം വാക്യം. 40 9:16 സമാനമായ വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26-ാം വാക്യം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 22-ാം വാക്യം. 41 ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തു ചെയ്യാനാണ് യേശു പറഞ്ഞത്? തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. 42 സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് ഡാഷ്, എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ ഡാഷ്. പൂരിപ്പിക്കാനുള്ളൊരു ചോദ്യമാണ്. 2 ഭാഗമാണ് വിട്ടുപോയിരിക്കുന്നത്. ആദ്യ ഭാഗം നഷ്ടപ്പെടുത്തും, രണ്ടാമത്തെ ഭാഗം രക്ഷിക്കും. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. 43 ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും എന്ത് ചെയ്താൽ അവന് എന്ത് പ്രയോജനം എന്നാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നത്. തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ. 44 ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെ മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. അധ്യായം വാക്യം എഴുതുക. 9-ാം അധ്യായം 26-ാം വാക്യം. 45 ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ എപ്പോൾ ലജ്ജിക്കുമെന്നാണ് യേശു പറഞ്ഞത്? തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെ മഹത്വത്തിൽ വരുമ്പോൾ. 46 ഈ നിൽക്കുന്നവരുടെ ഇടയിൽ
ആരുണ്ട് എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്. ദൈവരാജ്യം കാണുന്നതിനു മുമ്പ് മരിക്കയില്ലാത്ത ചിലർ. 47 യേശുവിൻ്റെ രൂപാന്തരീകരണത്തെപ്പറ്റി പ്രതിപാദിച്ചിട്ടുള്ള മറ്റു സുവിശേഷകന്മാർ ആരെല്ലാം? വിശുദ്ധ മത്തായിയും വിശുദ്ധ മർക്കോസും.